സോക്സിന്റെ മേലെ കൂടി തടവിയാൽ ഒതു ശരിയാവും എന്നുള്ളതാണ്. മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ആളുകൾ, മലയാളികൾ അങ്ങനെ ചെയ്യുന്നത് കാണലുണ്ട്. 2 കാരണങ്ങളാണ് മെയിനായിട്ട് ആളുകൾ ഇങ്ങനെ തടവാനുള്ളത്. ഒന്ന്, സോക്സ് നനയും, ഷൂ കേടുന്നുള്ള പേടി. മറ്റൊന്ന്, കൂടെ ജോലി ചെയ്യുന്ന അറബ് വംശജർ തടവെന്ന് കണ്ടിട്ട്. അപ്പൊ എന്നോട് ഒരു സുഡാനി കമ്പനി എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, നീ രാവിലെ വരുമ്പോ ശരിക്കും പോലെ കാല് കഴുകിയിട്ട് കുതിർത്ത് വരിക നല്ലപോലെ. അതിനുശേഷം ബാക്കിയുള്ള വക്കിനൊക്കെ സോക്സിന്റെ മേലെ കൂടി തടവിയാൽ മതിയെന്നുള്ള. അറിയാത്ത ആളുകളുടെ തിരുത്തിക്കൊള്ളിട്ടോ. നിങ്ങളുടെ കാല് മടമ്പ് വരെ കഴുകണം. അപ്പൊ പിന്നെ സോക്സമ്മ തടവിയാ പറ്റുമോ ചോദ്യം വന്നു. എന്റെ ഓഫീസിൽ അറബി ചെയ്യണ്ടല്ലോ, മറ്റാള് ചെയ്യണ്ടല്ലോ, ഇയാള് ചെയ്യണ്ടല്ലോ. നമ്മുടെ മദ്ഹബിന്റെ വീക്ഷണം പറ്റുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്തോളി, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മദ്ഹബിന്റെ ഇമാമിയങ്ങളും പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഹുഫ എന്ന് പറയുന്നത് ലെതർ കൊണ്ടുണ്ടാക്കുന്ന ഒരു സോക്സ് ഉണ്ട്. അതിപ്പോഴും പല നാട്ടുകാർ, നമ്മുടെ തണുപ്പ് രാജ്യങ്ങൾ, ഇപ്പൊ നമ്മുടെ റഷ്യൻ ഭാഗത്ത് അങ്ങോട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഹജ്ജിനൊക്കെ വന്നാൽ, ഉംറക്ക് വന്നാൽ കാണാൻ പറ്റും. ഒരു സോക്സ് പോലത്തെ ഒരു ഷൂ ആണത്. ബൂട്ട് എന്ന് തോന്നുന്നു. അതിന്റെ മീതെ വേറെ ഷൂ ഉണ്ടാവും, ബൂട്ട് ഉണ്ടാവും. അതിട്ടിട്ട് പുറത്ത് കിടക്കുക. പള്ളിയിലേക്ക് കിടക്കുമ്പോൾ ആ മേലെയുള്ള ബൂട്ട് ഒഴിവാക്കിയിട്ട് ഉള്ളിൽ ലെതർ കൊണ്ടുള്ള ഒരു സോക്സ് ഉണ്ട്, കാലിന്റെ പകുതിയോളം വരുന്നത്. അതിനാണ് ഹുഫ എന്ന് പറയാം. അതോടെ വെച്ച അവിടെ നിൽക്കും, അത് വെള്ളം അബ്സോർബ് ചെയ്യൂല, അതിട്ട് നടക്കാൻ പറ്റണം. അത്തരം ഷർത്തുകളൊത്ത ഹുഫയുടെ മേൽ നിങ്ങൾ ഒതു കൊടുത്തിട്ടാണ് ആ ഹുഫ ധരിച്ചതെങ്കിൽ പിന്നെ നിങ്ങൾ ഒതു കൊടുക്കുമ്പോൾ ആ ഹുഫയുടെ മേൽഭാഗം തടവിയാൽ മതിയെന്ന. അടിഭാഗമല്ല, നടക്കണ സ്ഥലം അടിയാണ്. അടിയിലെ ശരിക്കും തടവാൻ തോന്നുക ലോജിക്ക് പ്രകാരം, പക്ഷെ തടവേണ്ടത് മേലെയാണ്, മേൽഭാഗം തടവാൻ. അത് ഒതു കൊടുത്തിട്ട് ധരിക്കണം. അപ്പൊ ആ ഒരു മസാലയോട് ജൗറബ്, നമ്മുടെ ക്ലോത്ത് കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് എന്ത്, സോക്സ് എന്ന് പറയുന്നത്. അത് ഊരാൻ എളുപ്പമാണ്. ഒന്ന് ഡ്രൈ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പം പിന്നെ നാറ്റം വരും, ഷൂ കേടി വരും എന്നൊക്കെ പറയും. അതപ്പം വലിയ റീസൺ. ടിഷ്യൂം കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലേ, ഒന്ന് കാല് നനഞ്ഞാൽ തന്നെ ഒന്ന് ഉണക്കിയെടുത്താൽ പോരെ. അത് അഴിച്ചിട്ട് നമ്മൾ കഴുകുക. കാരണം വൈലുല്ലിൽ അഖാബിബിനെ, മടമ്പ് മുഴുവൻ നനയാതെ നിസ്കരിക്കാൻ വന്നവരെ പറ്റിയ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാല് കഴുകൽ എത്ര നിർബന്ധമുള്ള വിഷയമാണ്. അതൊരു ഇബാദത്താണ്. അത് എന്ത് അതിന്റെ ലോജിക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അതിന്റെ നിയമമാണ്. അപ്പോ സോക്സും ഹുഫയും ഒന്നാണ് എന്ന് താരതമ്യം ചെയ്ത് പറയുന്നവരുണ്ട്. അള്ളാഹു ആലം, നമുക്കതിനൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ഫത്വ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഒരു വീക്ഷണപ്രകാരം പറ്റൂല എന്നാണ്. വലിയൊരാളൊരു മസല ചോദിച്ചു എന്നോട്, ഈ ഹുഫ, ഞാൻ പറഞ്ഞ ഹുഫ തടവ, മൂപ്പരിനോട് തെറ്റി പിന്നെ ശേഷം അപ്പൊ പറ്റൂല, എന്ത് ചെയ്യും? അങ്ങനെ പറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മതപ്രകാരം അത് പറ്റൂല. അപ്പൊ സോക്സ് എന്ത് ചെയ്യുക, അഴിച്ചിട്ട് കഴുക തന്നെ വേണം. അതാണ് അതിന്റെ ഏറ്റവും തഖ്വയുള്ള വശം, ഏറ്റവും സേഫസ്റ്റ് വശം അതാണ്. കാരണം കാല് കഴുകൽ ഖുർആന്റെ നസ്സു കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത്രക്കൊരു പവർഫുൾ എവിഡൻസ് ഇപ്പുറത്ത് വേണം. അതില്ലാത്തത് കൊണ്ട് കാല് കഴുകലാണ് അവിടെ സേഫ്. അതാണ്, അല്ലെങ്കിൽ പെട്ടുപോകും. പിന്നെ ഓരോരുത്തർക്കും അവരുടെ രീതികളാണ്. ഇപ്പോ മറ്റു മദ്ഹബുകളുടെ ഇമാമിയങ്ങളല്ലേ സമകാലികരായ പണ്ഡിതന്മാരൊക്കെ പറ്റുമെന്ന് പറയുന്നവരുണ്ട്. അവർ അതനുസരിച്ച് പോയിക്കോട്ടെ.